അമേരിക്കയെ ആശങ്കയിലാക്കി ലോസ് ആഞ്ചലസിൽ വീണ്ടും കാട്ടുതീ. കാലിഫോർണിയയിലെ വടക്ക് ഭാഗത്തുള്ള കാസ്റ്റേക്ക് തടാകത്തിന് സമീപമാണ് കാട്ടുതീ റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 39 ചതുരശ്ര കിലോമീറ്റർ വനം കത്തി നശിച്ചു. കാട്ടുതീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നതിനാൽ കാലിഫോർണിയ നിവാസികളായി 31,000-ലധികം പേരെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 23,000 പേരോട് സുരക്ഷിത സ്ഥാപനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകി. ബുധനാഴ്ച രാവിലെയാണ് തീ പടർന്നു തുടങ്ങിയത്. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അഗ്നിരക്ഷാ സേനയും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രദേശം മുഴുവൻ പുകപടലങ്ങൾ മൂടിയിരിക്കുകയാണ്. തീ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മണിക്കൂറിൽ 42 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ തീവ്രമാകാൻ സാധ്യതയുണ്ടെന്നും കുറച്ചു ദിവസത്തേക്ക് സ്ഥിതി ഗുരുതരമായി തുടരുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതിനിടെ അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച പസഫിക് പാലിസേഡ്സ് അൽത്തഡേന പ്രദേശങ്ങളിലെ ചില താമസക്കാർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ലോസ് ആഞ്ചലസ്, വെഞ്ചുറ കൗണ്ടികളിൽ ഗുരുതരമായ തീപിടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ പ്രദേശം കർശന നിരീക്ഷണത്തിലാണ്. തീപിടുത്തത്തിൽ ഉയർന്ന ചാരം കാരണം വായുവിന്റെ ഗുണനിലവാരവും ആശങ്കാജനകമാണ്. ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ താമസക്കാരോട് അഭ്യർത്ഥിച്ചു. അതേസമയം ചാരത്തിൽ കനത്ത ലോഹങ്ങൾ പോലുള്ള ദോഷകരമായ വസ്തുക്കൾ അടങ്ങിയിരിക്കാമെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഈ മാസം ആദ്യം ആരംഭിച്ച പാലിസേഡ്സ് ഈറ്റൺ തീപിടുത്തത്തിൽ 28 പേർ കൊല്ലപ്പെടുകയും 14,000 കെട്ടിടങ്ങൾ നശിക്കുകയും 22 പേരെ കാണാതാവുകയും ചെയ്തു.